ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വളരെ രുചികരമായ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് കേട്ടോ. അത് കുതിർത്തിയിട്ട് ഇത് പ്രഷർ കുക്ക് ചെയ്യുക. ഒരു അരമണിക്കൂർ ലേശം ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണത്. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ചെരുവത്തിൽ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒരു നേന്ത്രക്കായ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റിൻ്റെ 1/4 ഭാഗം കേട്ടോ, അധികം എടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം ചേന, അതായത് ഏതാണ്ട് ഒരു 1/2 കപ്പ് ഉണ്ടായിരിക്കും ചേന. ഇതെല്ലാം ഈ ഒരു വലുപ്പത്തിൽ, ഇത് കാണുന്ന വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. വല്ലാതെ ചെറുതാവരുത്, വലിയ വലിയ കഷ്ണങ്ങളാവണ്ട, ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇനി ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു പച്ചമുളകും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തിള വന്ന ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് പാകത്തിന് വേവിക്കുക കേട്ടോ. ഇനി അപ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ അരപ്പ് വളരെ കുറച്ചും പിന്നെ തേങ്ങ വറുത്തിട്ട് കുറച്ച് കൂടുതലുമാണ് ചേർക്കുക. അപ്പോഴാണ് അതിന് ആ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3.5 ടേബിൾ സ്പൂൺ നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ കഷ്ണങ്ങൾ ഏതാണ്ട് ഇങ്ങനെ വെന്ത് വരുമ്പോൾ, ഏതാണ്ട് ഒരു 3/4 ഭാഗമാകുമ്പോൾ ഇതിലേക്ക് ഈ കടല കൂടി ചേർക്കുക. എന്നിട്ട് ഒന്നും കൂടി വേവിക്കുക. ഒരു 2-3 മിനിറ്റും കൂടി വേവിച്ചാൽ മതി. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, ഓവർ കുക്ക് ചെയ്യരുത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് അതിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കുക. വെള്ളം പാകത്തിനേ ഉള്ളെങ്കിൽ പിന്നെ വറ്റിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ കുറച്ച് കൂടുതൽ വെള്ളം തോന്നുന്നുണ്ട്, അത് കാരണം ഞാൻ ഒന്നും കൂടി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഒന്ന് വറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് അരപ്പ് ചേർക്കുക. ഈ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത് കറക്റ്റാണ്. അപ്പോൾ ഇത്രയും ഒരു ഗ്രേവിയാണ് ഇതിലേക്ക് പാടുള്ളൂ കേട്ടോ. അതിൽ കൂടുതലും ആവണ്ട, കുറവും ആവണ്ട, ഇത് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർക്കുക. എൻ്റെ കയ്യിലുള്ളത് ശർക്കര പൊടിയാണ്, അത് കാരണം ഞാൻ കുറച്ച് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കുക, അപ്പോഴാണ് ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ശർക്കര 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് നാളികേരം വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർക്കുന്നുണ്ട്. 2 ഉണക്കമുളക്, 1 പിടി കറിവേപ്പില. ഇനി ഇതിലേക്ക് നാളികേരം ചിരകിയതാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു 6 വലിയ സ്പൂൺ നാളികേരമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അരപ്പ് വളരെ കുറച്ചും നാളികേരം ചിരകിയിട്ട് വറുത്തത് കുറച്ച് അധികമാണ് ചേർക്കുക, അപ്പോഴാണ് കൂട്ടുകറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല ചുവക്കെ വറുത്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് കറി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കറിയിൽ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ അതൊക്കെ നോക്കി ആവശ്യത്തിനുള്ളതൊക്കെ ചേർത്തിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കൂട്ടുകറി റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്